വെറുപ്പ് ഒരു മാരകമായ വിഷമാണ്. മാത്രമല്ല, കർത്താവിൻ്റെ വചനം പറയും, ഹെബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 15-ാം തിരുവചനം, വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം ഒരു വേരാണ്. ഈ വേര് ഒരു മനുഷ്യ വ്യക്തിയുടെ ഉള്ളിൽ കടന്നാൽ ഈ വേരിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. വേര് വളരുന്നതിനനുസരിച്ച് ആ വ്യക്തിയുടെ മറ്റെല്ലാ ജീവിത മേഖലകളിലും അത് കൂടുതൽ കൂടുതൽ ബാധിച്ചുകൊണ്ടിരിക്കും. എല്ലാ മനുഷ്യ വ്യക്തിയും തിരിച്ചറിയേണ്ട ഒരു കാര്യം, എൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോട് വെറുപ്പ് കടന്നാൽ, വെറുപ്പ് ഒരു മാരകമായ വിഷമാണ്. ഈ മാരകമായ വിഷം എൻ്റെ ഉള്ളിൽ കടന്നാൽ ഞാൻ ആരെല്ലാമായിട്ടാണോ ബന്ധപ്പെടുന്നത്, സംസാരിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, അവിടെയെല്ലാം ഈ വിഷത്തിൻ്റെ ദൂഷ്യവശം അവർക്ക് ലഭിക്കാനായിട്ട് തുടങ്ങും. അതുപോലെ ഒരു വൈദികൻ ഏതെങ്കിലും വ്യക്തിയോട് വെറുപ്പിലാണ് അല്ലെങ്കിൽ ദേഷ്യത്തിലാണ്, ക്ഷമിക്കാതെയാണ് ബലി അർപ്പിക്കുന്നതെങ്കിൽ ആ ബലിയുടെ യോഗ്യത പൂർണ്ണമായിട്ടും ആ ബലിയിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്നതിനോട് തടസ്സമായിത്തീരും. അപ്പം എല്ലാ മനുഷ്യ വ്യക്തിയും തിരിച്ചറിയണം, ഞാൻ ചെയ്യുന്ന ഏത് സൽകൃത്യങ്ങളാണെങ്കിലും, ഏത് നന്മ പ്രവൃത്തിയാണെങ്കിലും, ഏത് സ്നേഹപ്രവൃത്തിയാണെങ്കിലും, ആ പ്രവൃത്തി ചെയ്യുന്ന എന്നിൽ പൂർണ്ണമായിട്ട് ഒരു സ്നേഹമില്ലെങ്കിൽ, ആ പൂർണ്ണമായ സ്നേഹത്തിന് പകരം എൻ്റെ ഉള്ളിൽ വെറുപ്പും ദേഷ്യവുമാണെങ്കിൽ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം അതിൻ്റെ നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങളുണ്ടാകും. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന ജോലി എന്തായാലും ആ കാര്യങ്ങളിലൂടെ ഫലം ലഭിക്കണമെങ്കിൽ, അനുഗ്രഹം ലഭിക്കണമെങ്കിൽ, അതിലൂടെ കൂടുതൽ നന്മയുണ്ടാകണമെങ്കിൽ എൻ്റെ ഉള്ളിൽ ആരോടും വെറുപ്പോ വൈരാഗ്യമോ ഇഷ്ടക്കുറവോ സ്നേഹക്കുറവോ ഉണ്ടാകരുത്. ഇതാണ് മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.